ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും കാലം കുറച്ച് ഷോർട്സ് എല്ലാം ആയിട്ടായിരുന്നു ഇതുവരെ വീഡിയോസ് ഇട്ടിരുന്നത്. ഇനിയിപ്പം കുറച്ചും കൂടി ഡീപ്പായിട്ട് നല്ലൊരു കൂടുതൽ ടൈമിംഗ് ഉള്ള വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഷോർട്സിൽ നടക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്. ഞാൻ വേറെയും കുറച്ച് പ്ലാനുകളുണ്ട്. അതായത് നമുക്കിപ്പം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പോഴും എക്സലിൽ ബേസിക് നോളജ് ഇല്ലാത്തത്. അപ്പം അവർക്കൊക്കെ വേണ്ടി ഒരു ചെറിയൊരു ബേസിക് ലെവൽ ഈ ബേസിക് ലെവലിൽ നമുക്കൊരു സെഷൻ ചെയ്യണമെന്നുണ്ട്. അപ്പം നോക്കാം, ഇൻഷാല്ലാ ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു പവർ ക്വറീൻ്റെ ഒരു യൂസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു ടേബിള് ഒരു സപ്പോസ് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമുക്കൊരു ടേബിൾ നമ്മൾ എക്സൽ ഷീറ്റിലേക്ക് വേണം. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു സൈറ്റ് ഉണ്ട്, ജിയോഗ്രാഫി ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നമുക്ക് കൺട്രിയും ക്യാപിറ്റലും ആയിട്ടുള്ളൊരു ടേബിൾ ഇതിൽ കാണാം. അപ്പം നമുക്കിതെന്താ ചെയ്യാൻ പറ്റുക? എനിക്കിത് എക്സലിലേക്ക് കൊണ്ടുവരണം. അപ്പം ഞാൻ ജസ്റ്റ് നല്ല കോപ്പി ചെയ്തു. ഫുള്ള് കോപ്പി ചെയ്ത് ഞാൻ നേരെ എക്സലിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്താലുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഒരു ഇംപ്രോപ്പർ വേയിലായിരിക്കും പേസ്റ്റ് ചെയ്തിട്ട് വരിക. അതായത് ഇതിൽ കുറേ ലിങ്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഫോണ്ടൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, സൈസൊക്കെ പ്രോപ്പർ ആയിരിക്കില്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അടിച്ചു. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഏത് വെബ്സൈറ്റ്, ഇപ്പം സപ്പോസ് ഇതാണോ നമ്മളെ വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റിനുള്ളിൽ ഇതാണ് നമുക്ക് ഡേറ്റ എടുക്കണമെങ്കിൽ, ഫസ്റ്റ് നമ്മൾ വന്നിട്ട് വെബ്സൈറ്റ് കോപ്പി ചെയ്യുക. വെബ്സൈറ്റ് കോപ്പി ചെയ്തതിന് ശേഷം നേരെ എക്സലിൽ വന്ന് ഇവിടെ ഡേറ്റയിൽ ഗെറ്റ് ഡേറ്റയിൽ ഫ്രം അതർ സോഴ്സ് ഇതിൽ വെബ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ബേസിക്കലി നടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു വെബ്സൈറ്റിലുള്ള എല്ലാ ടേബിൾസും നമ്മൾ എക്സലിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. സോ നമുക്കിപ്പോൾ ഇവിടെ ബേസിക് ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ URL പേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഓക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരെ പവർ ക്വറിയിലേക്കാണ് പോകുന്നത്. ആ പവർ ക്വറിയിൽ വെച്ചിട്ട് നമുക്ക് ഡേറ്റാസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇവിടെ ഫെച്ചായി കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ടേബിൾ നോക്കാം. ഇതാണ് വന്നിരിക്കുന്നത് എലമെൻറ്റ്, ഇതെല്ലാം നമുക്ക് വേണ്ട ടേബിൾ. രണ്ടാമത്തെ ടേബിൾ നോക്കാം. അപ്പം ഇതാണ് നമുക്ക് വേണ്ട ടേബിൾ. യെസ്, ഇവിടെ നമുക്ക് വീണ്ടും ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് പവർ ക്വറിയിൽ. അതിനെപ്പറ്റി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. പക്ഷേ ഇവിടെ ജസ്റ്റ് ബേസിക് ടച്ച് ആയിട്ട് ഞാൻ പോവാം. അതായത് ട്രാൻസ്ഫോം ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ഡേറ്റയിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിക്കണമെങ്കിൽ, സപ്പോസ് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ ചേഞ്ചസോ എന്ത് ടൈപ്പ് ചേഞ്ചസ് വരുത്തിക്കണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് അതിനെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്കുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊന്നും ചേഞ്ചസ് ഒന്നും വരുത്തിക്കാനില്ല, ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് ലോഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് അത് ഡയറക്റ്റായിട്ട് നമ്മൾ എക്സലിലേക്ക് വന്നു കഴിഞ്ഞു. ഇവിടെ എവിടെയും നിങ്ങൾക്ക് ലിങ്കോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളുണ്ടാവില്ല. എല്ലാം പ്രോപ്പർ ഫോർമാറ്റിൽ ഒറ്റ ഫോണ്ടിൽ നമ്മളൊരു ടേബിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കും. ഇവിടെ എവിടെയും നിങ്ങൾക്ക് ഒരു ഫോർമുലയോ ഒന്നും കാണാൻ വഴിയില്ല. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫോർമുല ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നോർമൽ ഒരു ഡേറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാം, മെയിലിലിട്ട് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇതാണ് ഈ ഗെറ്റ് ഡേറ്റ എന്നുള്ള ഫംഗ്ഷൻ്റെ വൺ ഓഫ് ദ യൂസ്. ഇതിൽ വണ്ണേ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിൽ ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഫയലിൽ പോയി കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫയലിൽ നിന്ന് നമുക്ക് ഡേറ്റാസ് എടുക്കാം. ഡേറ്റാബേസ് നോക്കിയേ, ഇഷ്ടം പോലെ ഡേറ്റാബേസ് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഏത് ഡേറ്റാബേസിനാണോ നമുക്ക് ഡേറ്റ എടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് എടുക്കാം. ഇതുപോലെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഫ്രം അഷ്യൂർ, മീൻസ് ഓൺലൈൻ സൈറ്റ്, ഷെയർ പോയിന്റ്, സെയിൽസ് ഫോഴ്സ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ. ഇപ്പം നമുക്ക് എക്സലിൽ തന്നെ കുറേ മേജർ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക്
ഡേറ്റ ഫെച്ച് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു മെയിൻ യൂസാണ് നമ്മൾ ഈ ഗെറ്റ് ഡേറ്റ എന്നുള്ള ഫങ്ഷൻ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നമുക്ക് അതിനെ കൊണ്ടുള്ള യൂസ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനധികം വീഡിയോ ലെങ്തി ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആരും കാണൂല. അപ്പം ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കിയിട്ട് കുറച്ചായിട്ടുള്ള കാര്യങ്ങൾ എത്ര എനിക്കറിയാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ എനിക്കും ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും കൂടുതൽ വീഡിയോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.